സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഈ നമ്മൾ മുനമ്പം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് വഖഫ് ബോർഡിൻ്റെ വിഷയവും ഒക്കെ തന്നെ. പക്ഷേ അവിടെ അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ മുന്നണികളും ഇത് വേണ്ട തരത്തിൽ എടുത്തു. പക്ഷേ ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ വിഷയം തന്നെ അയഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് നമുക്കിനിയിപ്പോൾ അറിയേണ്ടത്. ഇത് ആർക്ക് ഗുണം ചെയ്താലും മുനമ്പത്ത് താമസിക്കുന്ന താമസക്കാർക്ക് ഗുണം ചെയ്യില്ല. അതാണ് വാസ്തവം. മറ്റെല്ലാവർക്കും ഗുണം ചെയ്യും. കോൺഗ്രസിന് ഗുണം ചെയ്യും, BJPക്ക് ഗുണം ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണം ചെയ്യും. അവിടെ താമസിക്കുന്ന സാധാരണക്കാരന് അവിടുന്ന് അവൻ്റെ കരമടയ്ക്കാനും പറ്റില്ല, വസ്തു കൈമാറ്റം ചെയ്യാനും പറ്റില്ല. നിയമപരമായിട്ട് അവർക്ക് ആ സ്ഥലത്തിന് ഉടമസ്ഥാവകാശമില്ല വഖഫ് നിയമം അനുസരിച്ച്. അതാണ് എൻ്റെ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കോൺഗ്രസിനും CPM-നും എങ്ങനെ ഗുണം ചെയ്യാൻ പറ്റും? അതിൻ്റെ കാരണം വഖഫ് ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് BJP സർക്കാരാണ്. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അബ്ദുൾ റഹ്മാൻ വഖഫ് മന്ത്രി പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ അതിനെ പിന്താങ്ങുകയാണ് ചെയ്തത്. കോൺഗ്രസ് പിന്താങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ LDF-ഉം UDF-ഉം ഏകകണ്ഠേന പിന്താങ്ങിയ ഒരു നിയമമാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന പ്രമേയം. ആ പ്രമേയം പാസ്സാക്കിയിട്ട് ഇവർ നേരെ മുനമ്പത്തിയെന്ന് ഈ ഇരകളോടൊപ്പം ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ? ഇത് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയൊരു സംസ്ഥാനമല്ലേ? അവർ ഇരിക്കുന്ന ആളുകൾ അത്ര വിഡ്ഢികളാണ്? അവരുടെ അവകാശം എടുത്ത് കളയണമെന്നാണ് കോൺഗ്രസും CPM-ഉം അടക്കമുള്ള LDF-ഉം UDF-ഉം പറയുന്നത്. പിന്നെ അതിന് ശരിക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് BJPക്കാണ്. BJPക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം BJPക്ക് ഒരു നേതാവില്ല. കേരളത്തിൽ നേതാവൊന്നുമില്ല. അവരേതെങ്കിലും ഒരു വിഷയം കഴിഞ്ഞ 2014 ശേഷം ഇന്ന് വരെയുള്ള ചരിത്രം അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. നരേന്ദ്രമോദി എന്തെല്ലാം ജനോപകാരപ്രദമായ നിയമങ്ങൾ കൊണ്ടുവന്നു. പെൺകുട്ടികൾക്ക് വേണ്ടി നിയമം കൊണ്ടുവന്നു, ഔഷധി കൊണ്ടുവന്നു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പോയിട്ടുണ്ടോ അവിടെ? മെഡിക്കൽ സ്റ്റോറിൽ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് മരുന്ന് കിട്ടുന്നത്. കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കോളർഷിപ്പ്, ഇങ്ങനെ കർഷകർക്ക് വേണ്ടിയുള്ള പെൻഷൻ. കേരളത്തിൽ തന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കേന്ദ്ര ഗവൺമെൻറ് കർഷക പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ അവർ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സപ്പോർട്ടിനെ വോട്ടാക്കി മാറ്റി പാർട്ടിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ശേഷിയോ ശേഷിയുള്ള ഒരാത്മാവും ആ പാർട്ടിക്കകത്തില്ല. എന്ത് ചെയ്യാനൊക്കും? ആ BJPയുടെ ഒരു ഗതികേടാണ്. അതേസമയം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലഭനും പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യങ്ങൾ ഉപയോഗിച്ച് ജനത്തിനെ സമീപിക്കാനും ജനത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ നേതാക്കന്മാർ പ്രാദേശികമായിട്ടുമുണ്ട്, സംസ്ഥാന തലത്തിലും കോൺഗ്രസിനകത്തുണ്ട്. CPM-നെ നോക്കാമെങ്കിൽ CPM കേരളത്തിലെ ഏറ്റവും ശക്തമായ കേഡർ പാർട്ടിയാണ്. അവർക്ക് ആ കേഡറിനെ ഉപയോഗിച്ച് അവർക്ക് ആടിനെ പട്ടിയാക്കാനും പിന്നീട് പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനും അവർക്കറിയാം. അത് കേഡറിൻ്റെ സംവിധാനമാണ്. ക്യാപ്സൂൾ വിഴുങ്ങുന്ന കേഡർ എന്തും പറയും, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംവിധാനത്തിനിടയിലാണ് BJP പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്കെങ്ങനെയാണ് ഈ വഖഫ് വിഷയം അറിയണമെങ്കിൽ വഖഫ് വിഷയം ഇന്നതാണ്, BJPയുടെ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അതവർക്ക് കഴിയുന്ന ഒരു നേതൃത്വം BJPക്കില്ല. രണ്ടാമത്തെ കാര്യം, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ അവരുടെ നിലപാടെന്താ? ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ നിലപാടെന്താണ്? അവർ വിചാരിച്ചിരിക്കുന്നത് ഈ മുനമ്പത്തെ വിഷയം സാദിഖ് അലി തങ്ങളും ക്ലിമീസ് തിരുമേനിയും കൂടെയുള്ള വിഷയമാണെന്നാണ്. ക്ലിമീസ് തിരുമേനി വിരുന്ന് കൊടുത്ത് സാദിഖ് അലി തങ്ങളെ കെട്ടിപ്പിടിച്ചാൽ വഖഫ് ഇല്ലാതാവും. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ അവകാശം കിട്ടും. VD സതീശൻ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്നത്? അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. കാരണം 1954 വഖഫ് നിയമം 995 ഭേദഗതി ചെയ്തു. ആ ഭേദഗതി അനുസരിച്ച് വഖഫ് ക്ലെയിം ചെയ്താൽ നമുക്കത് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. വഖഫ് ബോർഡ് പറയുകയാണ് ഇത് ഞങ്ങളുടെ സ്വത്താണെന്ന് പറഞ്ഞാൽ അത് ഭേദഗതി അവർ ക്ലെയിം ചെയ്താൽ നമുക്കിത് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ കുറഞ്ഞ പക്ഷം അതിന് നമുക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ പറ്റും. 2013 മൻമോഹൻ സിംഗ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഭേദഗതി ഉണ്ടായി. അതനുസരിച്ച് വഖഫ് ട്രൈബ്യൂണൽ ഒരു തീരുമാനമെടുത്താൽ അതിന് കോടതി പോകാൻ പറ്റില്ല. സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും അവർക്കുണ്ട്, ഈ ട്രൈബ്യൂണലിനുണ്ട്. ട്രൈബ്യൂണലിനകത്തൊരു ജഡ്ജിയുണ്ട്, പിന്നെ വരുന്ന ADM ഉണ്ട്, പിന്നെ ഒരു മുസ്ലിം പണ്ഡിതനുണ്ട്. അവിടെ തീരുമാനമെടുക്കുന്ന ഭൂരിപക്ഷമാണ്. അതല്ലാതെ ജഡ്ജിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ADM എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ADM
മുസ്ലിം പണ്ഡിതനും കൂടെ തീരുമാനിച്ചുള്ള തീരുമാനമാണ്. ഞാനതാ പറഞ്ഞത്, വഖഫ് നിയമത്തിൻ്റെ കുരുക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാതെ സ്വന്തം കുഞ്ഞാടുകളെ വഞ്ചിക്കുകയാണ് ഈ മതമേലധ്യക്ഷന്മാർ ചെയ്തത്. പിന്നെ മറ്റൊരു വശമുള്ളത്, നമ്മളൊന്ന് ശരിയായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ക്രൈസ്തവ സമൂഹം വല്ലാതെ ശിഥിലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? ലത്തീൻ സഭക്കാരാണ്. ലത്തീൻ സഭക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് ഓർത്തഡോക്സ് സഭക്കാരന് എന്താ? റോമൻ കാത്തലിക് സഭയ്ക്ക് എന്താണ്? KCBCയിലെ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിനകത്ത് ലത്തീൻ ബിഷപ്പും അംഗമാണ്. അതുകൊണ്ട് അവർ ചെറിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ഓർത്തഡോക്സ് സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, മാർത്തോമാ സഭയുണ്ട്, പിന്നെ എത്രയോ കൂടുതൽ പെന്തക്കോസ്ത് സഭകളുണ്ട്, CSI സഭയുണ്ട്. അവരാരും ഇതൊരു ഗൗരവമായിട്ടൊരു വിഷയമായിട്ട് എടുത്തിട്ടില്ല. ആകെപ്പാടെ ലത്തീൻ സഭയാണ്, അവരുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ വളരെ കുറച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ 100-167 പേരെ അവിടെ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ സമൂഹം പോലും, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പോലും ഒന്നിച്ചു നിന്ന് ഈ വഖഫ് നിയമത്തെ എതിർക്കാനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിന് ധൈര്യമില്ലെങ്കിൽ BJP അത് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് BJP അത് പോയി ഏറ്റെടുക്കുന്നത്? ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വിഴിഞ്ഞത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തു. ഓഖി ദുരന്തമുണ്ടായപ്പോഴേ ആദ്യം ഓടിയത് നിർമ്മല സീതാരാമൻ. അവർ ആ സ്ത്രീകളോട് സംസാരിക്കുന്നത് കേട്ടില്ല. അവർ ഒരു സ്ത്രീയായിട്ട് മാറി അമ്മമാരുടെ സഹോദരിമാരുടെ എത്ര ഭംഗിയായിട്ട് അവർ സംസാരിച്ചു. വിഴിഞ്ഞത്തിന് നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയല്ലേ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചത്. ഇലക്ഷൻ്റെ തലേ ദിവസം ഒരു പുരോഹിതന് തോന്നി ഈ വിഴിഞ്ഞമല്ല ഞങ്ങളുടെ പ്രശ്നം, മണിപ്പൂരിലെ 2 ഗോത്രവർക്കാർ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധം. അപ്പോൾ അദ്ദേഹം മണിപ്പൂരിൻ്റെ ഓർത്ത് കരയാൻ തുടങ്ങി. ഈ അച്ഛൻ കരഞ്ഞപ്പോഴേ കുഞ്ഞാടും കരഞ്ഞു. കുഞ്ഞാടുകളെല്ലാം കൂടെ കരഞ്ഞപ്പോഴാണ് വളരെ ചെറിയ ഒരു വോട്ടിൻ്റെ കുറവിൽ രാജീവ് ചന്ദ്രശേഖരൻ തോറ്റുപോയത്. ഇത് BJP മുൻകൂട്ടി കാണണമായിരുന്നു. BJP തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവരാദ്യം തീരുമാനിക്കേണ്ടത് ലത്തീൻ കത്തോലിക്കർ വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ സഭ വോട്ട് ചെയ്തില്ല. ലത്തീൻ കത്തോലിക്കർ വോട്ട് ചെയ്യും, സഭ വോട്ട് ചെയ്യില്ല. സഭയുടെ പിന്തുണയ്ക്ക് ഈ ബിഷപ്പുമാരുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്? നടക്കേണ്ട കാര്യമില്ല. വോട്ട് ചെയ്യാൻ ഇവരുടെ ആരുടെയും പുറകെ പോകണ്ട. NSS ജനറൽ സെക്രട്ടറിയുടെ പുറകിൽ, SNDP സെക്രട്ടറിയുടെ പുറകിൽ, സഭാ മേലധ്യക്ഷന്മാരുടെയും പുറകെ പോകണ്ട. ജനങ്ങളെ നേരിട്ട് സമീപിക്കണം. ജനങ്ങൾ കേരളത്തിൽ വളരെ പ്രബുദ്ധരാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ ഇവരെല്ലാം ഈ മതമേലധ്യക്ഷന്മാരുടെ നടക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലത്തീൻ സഭ എന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സഭയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് ഇറങ്ങിക്കൊടുത്താലും സാരമില്ല, കോൺഗ്രസ് CPM ചെയ്തത് നിലപാട് വലിയ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അവരുടെ ശത്രു BJP ആണ്. അപ്പോൾ ആ ശത്രുത അവർ വെച്ച് വളർത്തിക്കോട്ടെ. ഇപ്പോൾ ഇന്ത്യ ഭരിക്കാൻ ലത്തീൻ സഭയുടെ ആവശ്യമില്ലല്ലോ. 2014 ഭരിച്ചു, അന്നേരം ഒരു സഭയില്ലായിരുന്നല്ലോ. 2019 വീണ്ടും ഭൂരിപക്ഷം കൂടി, അന്നേരം സഭയില്ലായിരുന്നല്ലോ. 24 ഇവരുടെ BJP വോട്ട് കുറഞ്ഞത് ക്രൈസ്തവ സഭയുടെ പിന്തുണ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടല്ല, അകലേതല്ല വേറെ ചില രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. ക്രൈസ്തവ സഭ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലേ ഉള്ളൂ, അത് തൃശ്ശൂരാണ്. വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി ഒരു BJP നേതാവുള്ള നിലയിലല്ല വോട്ട് ചെയ്തത്. സുരേഷ് ഗോപിക്ക് പകരം V മുരളീധരനോ അതല്ലെങ്കിൽ K സുരേന്ദ്രനോ നിന്നാൽ കെട്ടിവെച്ച കാശോടെ കിട്ടുമായിരുന്നു. കിട്ടുകയില്ല എന്നുള്ള വളരെ വ്യക്തമല്ലേ. അപ്പോൾ സുരേഷ് ഗോപിയുടെ പേഴ്സണാലിറ്റിക്കും അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണത്തിനും അവിടെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്കും കൊടുത്ത അംഗീകാരമാണ് BJP അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായപ്പോൾ BJPയുടെ പൊളിറ്റിക്കൽ വോട്ടും പൊതുസമൂഹത്തിൻ്റെ വോട്ടും കൂടെ കിട്ടിയപ്പോൾ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലല്ലേ അദ്ദേഹം ജയിച്ചത്. മലയാള മനോരമ സർവേ എന്നാണ് പറഞ്ഞത് 3ാം സ്ഥാനത്ത് വരും. മാവൻ മാത്യുവിൻ്റെ സർവേ 3ാം സ്ഥാനം പ്രവചിച്ച ആളാണ് സുരേഷ് ഗോപി. മനോരമ പിന്നെ അത് പറഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതമുള്ളൂ. മലയാള മനോരമ രമയെന്നല്ലേ അറിയപ്പെടുന്നത്, അത് ആ മാമാപത്രമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ ബൈബിളിനേക്കാൾ വിശുദ്ധമായി കണ്ട മനോരമ നടത്തിയ സർവേയിലാണ് ഒരു പത്രം ഇത്രയൊക്കെ ഇങ്ങ് അധപ്പതിച്ചോട്ടെ, ഇത്രയും അധപ്പതിക്കാം. അപ്പോൾ എന്നിട്ട് പോലും മനോരമയുടെ സർവ്വസന്നാഹവും എടുത്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും അതിനെല്ലാം അതിജീവിച്ച് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനെ അവിടെ മിന്നുന്ന താരമാക്കി വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാൻ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പറഞ്ഞു വന്നത്, മാധ്യമങ്ങളെയൊക്കെ അതിജീവിച്ച് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടാണ്. മുനമ്പത്തെ പ്രശ്നവും ഇത് പരിഹരിക്കണമെങ്കിൽ അത് BJPയുടെ ലൈനിൽ പോകട്ടെ. മുനമ്പത്തെ കുഞ്ഞാടുകളുടെ താല്പര്യം സംരക്ഷിക്കണം രാഷ്ട്രീയത്തിന് അതീതമായി. സഭാ മതമേലധ്യക്ഷന്മാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അവർക്ക് ഹിഡൻ അജണ്ടയും ഉണ്ട്. ആ അജണ്ടയും കൊണ്ട് അവർ പോകുന്നെങ്കിൽ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ ഈ മുനമ്പത്തെ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ മുനമ്പത്തെ ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ സഭയുടെ പുറകെ പോകാതെ ശക്തമായി ഉയർത്തെഴുന്നേൽക്കുകയും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അവർ സമര പരിപാടികളുമായിട്ട് വരികയും അവരെ പിന്താങ്ങുന്നത് ആരാണോ
അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യണം. അതല്ലാതെ വേറെ മാർഗമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.